യെസ്, പോറ്റിയെ ഇറക്കുകയാണ്. കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാഹനത്തിലേക്ക് കയറ്റുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വാഹനത്തിലേക്ക് ഇറക്കുന്നതിന് കൊണ്ടുപോകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ജിൽസി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. പൂർണ്ണമായ വ്യക്തമായ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമല്ല എങ്കിൽ കൂടിയും ആ വാഹനത്തിന് ആ വാഹനത്തിനുള്ളിൽ പോറ്റിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഇന്നലെ വാഹനത്തിലുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇറാനിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. യെസ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വ്യക്തമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതെ, കൊണ്ടുവരികയാണ്. യെസ്, അതെ, ആ ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ വിശദമായി ഇന്നലെ ഏതാണ്ട് ഒരു 10 മണിക്കൂറിനടുപ്പിച്ചാണ് ആ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നത്. അതിൽ വളരെ നിർണായകമായ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനം ഈ കസ്റ്റഡി അപേക്ഷയ്ക്കൊപ്പം നൽകുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ആരൊക്കെയാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുള്ളത് എന്നുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് കിട്ടുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. നേരത്തെ വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കിയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ റാന്നി കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ നടക്കുന്നത്. അവിടേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നത് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ട് പ്രധാനമാണ്. ജൽസി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു 10 മണിക്കൂറായി SITയുടെ കസ്റ്റഡിയിലാണ് പോറ്റി ഉള്ളത്. എന്തൊക്കെ നിർണായകമായ വിവരങ്ങൾ പോറ്റി SIT ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്, ആരുടെയൊക്കെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, ആ സാഹചര്യത്തെക്കുറിച്ച് എന്തെല്ലാം വിശദമായ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്, അതൊക്കെ ഇനി എങ്ങനെ നീങ്ങാൻ പോകുന്നു എന്നതിൻ്റെയൊക്കെ സൂചന റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും റാന്നി കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി പോറ്റിയെ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ പോലീസ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മീഡിയ വണ്ണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് പോറ്റി ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ കട്ടിള പാളിയിലെ സ്വർണം ഒക്കെ വേർതിരിച്ചുകൊണ്ട് പുതിയത് പൂശിയിരുന്നു. അപ്പോൾ ബാക്കി സ്വർണം തിരികെ നൽകി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എത്ര സ്വർണം തിരികെ നൽകി? യെസ്, നമുക്ക് ആ ദൃശ്യങ്ങളിലൊന്ന് പോയി വരാം. പോറ്റി എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷെ പോറ്റിക്ക് പറയാൻ ഒരു സാവകാശം പോലീസ് കൊടുത്തിട്ടില്ല, ഒരു സ്പേസ് കൊടുത്തിട്ടില്ല. അതെ, ഇനി പറഞ്ഞ് പുലിവാലാക്കേണ്ടതില്ലല്ലോ എന്നായിരിക്കണം. എന്തായാലും നോക്കാം. മാധ്യമപ്രവർത്തകർ അതിനുവേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന സൈഡിലെ ഗ്ലാസ് ക്ലോസ് ചെയ്തിരിക്കണം. അതുകൊണ്ട് മൈക്ക് നമുക്കുള്ളിലേക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. എന്തായാലും പോറ്റിയുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് നടന്നിട്ടില്ല. എങ്കിലും പോറ്റിയെ കാണാൻ കഴിഞ്ഞു. ജൽസി രാവിലെ പോറ്റിയെ കാണാൻ വേണ്ടി കാത്തിരിപ്പായിരുന്നു. കണ്ണിൽ എണ്ണയൊഴിച്ചുള്ള കാത്തിരിപ്പിന് ഇതായപ്പോൾ ഫലമായിരിക്കുന്നു. പോറ്റി നല്ലൊരു മഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ട് വളരെ കൂളായിട്ട് പോയിട്ടുണ്ട്. പോറ്റിയെ കണ്ട നിർവൃതിയാണെന്ന ജൽസിയാണ് നമ്മൾ. അതെ, ആരാണ് പോറ്റിക്ക് വേണ്ടി കാത്തിരുന്നതെന്നൊക്കെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്. ശരി, അപ്പൊ എന്തായാലും വളരെ നിർണായകമായ കൂടുതൽ ദിവസങ്ങളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. അപ്പോൾ പോറ്റിയെ കൊണ്ടുപോയിരിക്കുന്നു, റാന്നി കോടതിയിൽ ഹാജരാക്കും. മറ്റ് നിയമ നടപടിക്രമങ്ങളൊക്കെ അതിന്റെ വഴിക്ക് തന്നെ നടക്കും. വിജിൻ വായന്തോടുണ്ട്. വിജിൻ, പോറ്റി എന്തെങ്കിലും പറയുമോ എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താൻ. പക്ഷേ പോലീസ് അന്വേഷണ സംഘം അവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടില്ല, അല്ലേ? വിജിൻ, കേൾക്കാമോ? വിജിൻ, വിജിൻ പോറ്റിക്ക് പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വേഗത്തിൽ മാധ്യമപ്രവർത്തകർക്ക് പിടിപ്പത് പണിയും കൂടിയാണ്. പിന്നെ പറയുന്നത് പോലെ പോറ്റി എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പോറ്റിക്ക് പണിയാകും. നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചാൽ മതി. ഈ പറയുന്നതിനൊക്കെ സമാധാനം പോറ്റിയെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പോറ്റി കരുതി ഒന്നും പറയാൻ സാധ്യതയില്ല എന്നത് കൂടി നമ്മൾ കാണണമായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചു പോയി, അല്ലേ? അല്ലല്ല, സേഫ് പ്രതീക്ഷിച്ചു പോയി. പക്ഷെ പോറ്റി പറഞ്ഞില്ല. കാരണം പോറ്റി പറഞ്ഞാൽ അതിന്റെ ബാക്കി കൂടെ അനുഭവിക്കേണ്ടത് ആ കസ്റ്റഡിയിൽ പോറ്റി തന്നെയാണ്. പക്ഷെ മാത്രമല്ല, പോറ്റിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു സമയമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും SITക്ക് മുന്നിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറയിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ജിൽസ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൂടി അടക്കണ ഇപ്പോ ഒന്നും മിണ്ടാതിരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ റാന്നി കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോയിരിക്കുന്നു. ഇനി റിമാൻഡ് റിപ്പോർട്ട്, കോടതിയിൽ ഹാജരാക്കുന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്, SITയുടെ റിമാൻഡ് റിപ്പോർട്ട് പ്രധാനമാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ വിജനുണ്ട്.